ഇന്ദർവക്കം അല്ല ഇന്ദർവക്കം ഇന്ദർവക്കം പഠിക്കാനുള്ള ഒരു ചിന്തയില്ല. കസേരയിരുന്നു കസേര എക്സൈറ്റ്മെന്റ് തന്നെ. ഓ അത് കൊള്ളാം കേട്ടോ. മറ്റേ കോഴിയിലേക്ക് കണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ മാച്ച് ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മാച്ച് ഇല്ലായിരുന്നു. ലൈറ്റ് ആയപ്പോൾ ഇവിടെ വന്നപ്പോ രണ്ടുപേരും മാച്ച് ഉണ്ട്. കൊള്ളാം കൊള്ളാം. എടേ വയ്യ, എന്റെ ഷോയേ ഉള്ളു ഇവിടെ കേട്ടോ. എവന്റെ ഷോയിന്ന് ഒന്നുമല്ല. ഗ്ലാസ് ഓ ഇപ്പം കളിയാ ഇപ്പാണ്. ചെറുക്കന് ഞാൻ വില കൂടിയ ഗ്ലാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ എല്ലാ ഓസിനാണ്, എല്ലാ ഓസാണ്. ഷഡ്ഡി വരെ ഓസാണ്. എനിക്ക് ഇതിന്റെ ഒരു കാര്യം പറയാം. ആ വീടിന്റെ കളർ വെക്കണം. അതും അടുത്തതായി ചെറുക്കന്റെ വീട്ടിലെ ബോഡി ഷോ ഉണ്ട്. അമ്മക്കൊന്നും ഇല്ലേ? എനിക്കും കിട്ടും. നമുക്ക് കിട്ടോടാ ഒരു ഗിഫ്റ്റ് തരാൻ പറയടാ. നീ അതിൽ നിന്ന് ലഡു കുഞ്ഞെടുക്കും. എന്താടാ ഒരു വിഷമ മുഖത്ത്? വിഷമല്ല വയ്യടേ, വയ്യേ പനിയാണ്. ഗേയ്സ് കണ്ടോ, ഇനി പിന്നീട് അയാൾ കാണാൻ പറ്റില്ലെന്ന് വരും. മാമനും മാമിയും അതെ ഗോതയിലേക്ക് കടന്നു വരൂ കടന്നു വരൂ. മാമ ടെൻഷൻ ഉണ്ടാ. ചെയ്തോ മാറില്ലേ? ലേശം മധുരം കൊടുത്തോണേ. മഞ്ഞ ഇനി വാ, അവിടെ നിന്ന് പറയുക. മുഖത്ത് മാത്രമല്ല കയ്യിലൊക്കെ തേക്കാം. Ready? 1, 2, 3, start! സെറ്റ് സെറ്റ് സെറ്റ്. കൈ കൂടി കൈ കൂടി. ഐശ്വര്യമുള്ള തുടക്കം. സുന്ദരനായി मुंडे दी
സപ്പോർട്ട് അത് ഡാൻസ് കളിക്കണ ആലോചിക്കണേ. മീനു പാടത്തിന് മുമ്പ് ചെറുക്കനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. നമ്മള് സത്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് നമ്മളെല്ലാരും. ഫസ്റ്റ് ജോലി കിട്ടുന്നത് പോലാണ് അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. നല്ല പേരാണ്, അടിപൊളി. എന്റെ ഭാര്യ കണ്ട് പറയല്ല, അടിപൊളി സിംഗ്. ഒരു വിഷമം വെള്ളി മഴ വെള്ളി വീട് എന്റെ ഭാര്യ പാടി വെള്ളി വീട്. ക്ഷമിക്കണം വ്ളോഗിൽ എന്ത് പറ്റിയൊരു 3 വെള്ളി വീണത്? അത് ഗിഫ്റ്റ് കൊടുത്തതാണ്. പാടിക്കോ പാടിക്കോ പാടിക്കോ. വിശപ്പടിച്ചല്ലേ? മക്കളെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടാ. ഇംഗ്ലീഷ് സോങ് ആയിരുന്നല്ലേ? അടുത്തതായി ആതിരയുടെ നാടോടി നൃത്തം. ഇല്ല നീ എടി പോടി. കുട്ട വേണോ മടി വേണോ? കുട്ട വേണോ മടി വേണോ? പിന്നെ വേറെ എന്തൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്? ക്യാമറ പിടിച്ചില്ലേ? അടിപൊളിയായിട്ട് MG കോളേജിന്റെ സ്റ്റേജിൽ കളിച്ചതിന് സാരി കൊടുത്താണ് ഞാൻ കോൺഫിഡൻസ് ഉണ്ടോ? ആ പാട്ട് ഫോണിൽ പക്ഷെ വന്നതിനേക്കാളും വെളുത്തി കേട്ടോ രണ്ടുപേരും. പിന്നെ സീരിയസ് ആയിട്ട് ദുഃഖമായി.
അല്ലാതെ ഫേഷ്യൽ ഉണ്ടല്ലേ ഇനി ഫേഷ്യൽ ചെയ്യണ്ട കേട്ടോ നീ രണ്ടുപേരും ഫേഷ്യൽ ചെയ്യണ്ട. എന്റെ മുഖം നോക്കിയാ എടാ നീ ഇവിടെ പോയി കളി എന്തുമില്ലാണ് പേടിക്കണം. ഞാൻ പോവില്ല രൂപം ചൂണ്ടിക്കാട്ടിക്കൊടുക്കും ഇനി ആരും അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ചേച്ചി സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഡാൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? ചെറുക്കന്റെ വീട്ടുകാർ പിടിച്ച് അവരറിഞ്ഞില്ല നമ്മളെ കുറിച്ച്. നമ്മളിങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്ത് വരുമെന്നേ. ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാണ് നമ്മളെ നന്ദൻ. പിന്നെ അല്ല ഇതൊന്നും അവരറിഞ്ഞില്ല. നമ്മളിത്രയും പുലിയാണെന്ന് ആരും അറിഞ്ഞില്ല. ഞാൻ ഇത്ര എനർജി ആയി. അതാണ് നമ്മളെ ചെറുക്കൻ്റെ വീട്ടിൽ. ഇല്ലെങ്കിൽ നമ്മള് ബംഗാളികളെ കൊണ്ടുവരും.
ഞാൻ കഴിക്കാൻ കയറി കേട്ടാ പക്ഷെ ആകത്തോ മൊത്തത്തില് ഹൽദി എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ ഹൽദി നല്ല ശരിക്കും നമ്മളെല്ലാരും വന്നോണ്ട് വൈബായിരുന്നു. ഒരു കാര്യം പറയാം, നമ്മുടെ ആനന്ദ് മോനെ അജ്മല് പിന്നെ വരാത്ത എല്ലാരും നമ്മൾ മിസ് ചെയ്യും. പൊളി വൈബായിരുന്നു, പൊളി വൈബ്. അതുകൊണ്ട് അടുത്ത ഹൽദിക്ക് എന്റെ കല്യാണത്തിനെങ്കിലും നിങ്ങളാരും ഇങ്ങനെ കാണിക്കരുത്. നിജാസിനോടും നിജാസ് പ്രത്യേകിച്ച് വരണം. സൂപ്പറായിരുന്നു, അടിപൊളി. അതെ, പ്രിയപ്പെട്ട സഹോദരൻ. ഹൽദി എങ്ങനെ ഉണ്ടായിരുന്നു? ഹൽദി വേറെ പൊളിയായിരുന്നു. ചെറുക്കന്മാരെ വലിയ പരിപാടി ഫസ്റ്റ് തന്നെ ഫ്ലോപ്പായി. വന്നത് അറിഞ്ഞു. ഇവിടെ ഇങ്ങനെ അലുമ്പാണ്, ഇനി അവിടെ എന്തൊക്കെ അലുമ്പ് നടക്കുമെന്ന് അറിഞ്ഞൂടാ. പെണ്ണിന്റെ അമ്മേരെ 2 പ്ലേറ്റ് പൊട്ടി. മാണിക്കോട് മേളേന്ന് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൽദി സൂപ്പറായിരുന്നു. ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഹൽദിക്ക് വന്നൊരു മാമനും അവരെ അളിയനും പവറായിരുന്നു. ഫുൾ പവറായിരുന്നു. മാമന്റെ റിവ്യൂ ആക്കാം ഇനി നമുക്ക്. ഒരു മിനിറ്റ് കാട്ടിക്കൂടെ പോകല്ലേ. ഹൽദി എങ്ങനെ ഉണ്ടായിരുന്നു മോന്റെ? അച്ഛാ ബഹുത്ത് അച്ഛാ ഹേ. ഓ അച്ഛന്റെ അഭിപ്രായം കണ്ട ബഹുത്ത് അച്ഛാ ഹേ. കല്യാണത്തിന് കളിക്കാം. വാട അച്ചു മതിയാക്കിയാ ഇപ്പൊ വരും. മാനേഴ്സ് ഉള്ള പയ്യൻ. മോനെ എന്താണ് ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ മോളെ ഫോട്ടോ കിട്ടും. ആരതി പോട്ടാ. പരിപാടി അടിപൊളി സെറ്റായിരുന്നു. ബൈ ബൈ. നീ പറഞ്ഞില്ലേ വാടക ഇങ്ങോട്ട്? ശരിയാ, ഇവൻ പറഞ്ഞില്ലെന്ന്. ഇറങ്ങാം. ഹായ്. അപ്പൊ നമ്മളെ ചെറുക്കൻ്റെയും പെണ്ണിന്റെയും ഹൽദിയുടെ ആണ് ഇന്ന്. കഴിഞ്ഞ്. അപ്പൊ നമ്മള് ഈ ഹൽദി വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് അതിന്റെ പേരാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ.